പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, 2026 മാർച്ച് 16 തിങ്കളാഴ്ച നോമ്പുകാലത്തിലെ 4-ാം ആഴ്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ ലത്താരെ ഞായർ ആഘോഷിച്ചു. സന്തോഷത്തിൻ്റെ ഒരു ഞായറാഴ്ച. ആ സന്തോഷത്തിൻ്റെ നിറവിൽ ഒരു പുതിയ ആഴ്ച ആരംഭിക്കുകയാണ് നമ്മളിന്ന്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു? സന്തോഷമായിരുന്നോ? അതോ ഒരു ഭാരം, ഒരു വേദന, ഒരു ആശങ്ക, ഒരു ഭയം? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോ ഒരാൾ രോഗിയായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരുമില്ലാതെ, ഒരു തുണയുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വളരെ നാളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവം ഉത്തരം തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്ക് വേണ്ടിയാണ്, കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി. പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഓരോ ഹൃദയത്തിനു വേണ്ടി. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ നിന്നാണ്. 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഒരു അപ്പൻ്റെ കഥയാണിത്, ഒരു രാജഭൃത്യൻ്റെ കഥ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചില നിമിഷങ്ങളുണ്ട്. നമ്മളെല്ലാം ശരിയാക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിലല്ല. ചില രോഗങ്ങൾ, ചില ബന്ധങ്ങളിലെ വിള്ളലുകൾ, ചില ഹൃദയവേദനകൾ, അവ മനുഷ്യൻ്റെ കഴിവിനപ്പുറത്താണ്. ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുക മാത്രമാണ് ഏക വഴി. ആ രാജഭൃത്യൻ അത് ചെയ്തു. അവൻ കേട്ടു, യേശു യഹൂദയിൽ നിന്നു ഗലീലയിൽ വന്നിരിക്കുന്നു, കാനായിലുണ്ട് എന്ന്. കാനാ മുതൽ കഫർനഹൂം വരെ ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. മലയിടുക്കുകളിലൂടെ, ചൂടിൽ, പൊടി നിറഞ്ഞ വഴികളിലൂടെ. പക്ഷേ ഒരു അപ്പൻ്റെ സ്നേഹത്തിന് ദൂരം ഒരു തടസ്സമല്ല. അവനെല്ലാം ഉപേക്ഷിച്ചു. കൊട്ടാരം ഉപേക്ഷിച്ചു, പദവി ഉപേക്ഷിച്ചു, അഭിമാനം ഉപേക്ഷിച്ചു, യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി. സഹോദരീ സഹോദരന്മാരെ, ചിലപ്പോൾ നമ്മളും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നത് എല്ലാ വഴിയും അടഞ്ഞു പോകുമ്പോഴാണ്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴാണ്. അത് തെറ്റല്ല. ദൈവം അതിൽ ദേഷ്യപ്പെടുന്നില്ല. ദൈവം നമ്മുടെ നിസ്സഹായത അറിയുന്നു. ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്നു. നമ്മൾ ഏതു സമയത്ത് വന്നാലും ദൈവം നമ്മെ സ്വീകരിക്കും. ആ രാജഭൃത്യൻ യേശുവിൻ്റെ അടുക്കലെത്തി. അവൻ യേശുവിനോട് യാചിച്ചു, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. മരിക്കും മുമ്പേ. അതിലൊരു അടിയന്തരാവസ്ഥയുണ്ട്, ഒരു നിരാശയുണ്ട്. സമയം തീരുന്നു എന്ന. പക്ഷേ യേശു എന്തു ചെയ്തു? യേശു കഫർനഹൂമിലേക്ക് പോയില്ല. യേശു ആ കുട്ടിയുടെ അടുക്കൽ ചെന്നില്ല. പകരം യേശു ഒരു വാക്കു മാത്രം പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ ഒന്ന് ചിന്തിക്കുക. പോയിക്കൊള്ളുക, അതായത് തിരിച്ചു പോകൂ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇത് ഭൂതകാലത്തിലല്ല, ഭാവിയിലല്ല, വർത്തമാനകാലത്തിലാണ്. ജീവിച്ചിരിക്കുന്നു, ഇപ്പോൾ, ഈ നിമിഷം. യേശു പറഞ്ഞ ആ നിമിഷത്തിൽ 30 കിലോമീറ്റർ അകലെ ആ കുട്ടിയുടെ പനി മാറി. ഇതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ വാക്ക് ദൂരമറിയുന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് സമയമറിയുന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് തടസ്സങ്ങൾ അറിയുന്നില്ല. ദൈവം ഒരു വാക്കു പറഞ്ഞാൽ ആ വാക്ക് പ്രവർത്തിക്കും. ദൈവം അരുളി ചെയ്താൽ അത് സംഭവിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ്. ഇരുട്ടിൽ വെളിച്ചമുണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ്. അതേ വാക്ക്, അതേ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നു. ഇനി ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധിക്കുക. സുവിശേഷകൻ എഴുതുന്നു, യേശു പറഞ്ഞ വാക്കു വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. ഇത് വളരെ ലളിതമായൊരു വാക്യമാണ്. പക്ഷേ ഇതിൽ വിശ്വാസത്തിൻ്റെ മുഴുവൻ അർത്ഥവും അടങ്ങിയിരിക്കുന്നു. ആ മനുഷ്യൻ യേശുവിൻ്റെ വാക്കു വിശ്വസിച്ചു. അവൻ യേശുവിനോട് തെളിവ് ചോദിച്ചില്ല. എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചില്ല. ഒരടയാളം കാണിച്ചു തരൂ എന്ന് ചോദിച്ചില്ല. യേശു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്കു മതി. അവൻ ആ രാത്രിയിൽ അവൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കും? സന്ദേഹം വന്നിരിക്കുമോ? മകൻ ശരിക്കും സുഖമായോ? യേശു പറഞ്ഞ വാക്ക് സത്യമാണോ? ഞാൻ വിഡ്ഢിയാണോ ഇങ്ങനെ ഒന്നും കാണാതെ തിരിച്ചു പോകുന്നത്?
ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ വന്നിരിക്കാം. പക്ഷേ അവൻ തിരിച്ചു പോയില്ല. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിയില്ല. അവൻ നടന്നുകൊണ്ടേയിരുന്നു. കാരണം അവൻ ആ വാക്കിൽ ഉറച്ചു നിന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേ രാത്രികളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവവചനം വായിക്കുന്നു, ദൈവം നല്ലവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഉത്തരം ഇനിയും കാണുന്നില്ല. ചുറ്റും ഇരുട്ടാണ്, മാറ്റമൊന്നും കാണുന്നില്ല. ആ ഇരുട്ടിൽ നമ്മുടെ ഹൃദയത്തിൽ സന്ദേഹം വരുന്നു. ദൈവം കേട്ടോ? ദൈവം ഉത്തരം തരുമോ? ദൈവം എന്നെ മറന്നോ? ഇവ മനുഷ്യ സ്വഭാവമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ല. പക്ഷേ ആ ചോദ്യങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ വാക്ക് ഉറച്ചതാണ് എന്ന് വിശ്വസിച്ചു നടക്കുക, അതാണ് വിശ്വാസം. ഒരു കർഷകനെ ചിന്തിക്കുക. അവൻ വിത്ത് വിതയ്ക്കുന്നു, മണ്ണിൽ കുഴിച്ചിടുന്നു. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. രണ്ടാം ദിവസവും ഒന്നും കാണുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ കർഷകൻ വിത്ത് കുഴിച്ചെടുത്ത് നോക്കുമോ? ഇല്ല. അവൻ കാത്തിരിക്കുന്നു. അവനും അറിയാം, മണ്ണിനടിയിൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ വിത്ത് പൊട്ടുന്നുണ്ട്, വേരിറങ്ങുന്നുണ്ട്, മുള പൊട്ടാൻ തയ്യാറാകുന്നുണ്ട്. ശരിയായ സമയം യേശു വാക്ക് പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ 30 കിലോമീറ്റർ അകലെ ആ കുട്ടി സുഖമായി. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ ദൈവം ഉത്തരം നൽകിയിരിക്കാം. നിങ്ങൾ കണ്ണുനീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ ദൈവം ഉത്തരം ഒരുക്കി തുടങ്ങിയിരിക്കാം. ആ ഉത്തരം നിങ്ങളുടെ കണ്ണിൽ ഇനിയും കാണുന്നില്ലെങ്കിലും അത് വഴിയിലാണ്. അത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാത്തിരിക്കുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്നത്തെ 1-ാം വായനയിൽ യേശയ്യാ പ്രവാചകൻ 65-ാം അധ്യായത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഈ വചനം എത്ര ശക്തമാണ്! ദൈവം പറയുന്നു, പഴയതെല്ലാം ഞാൻ മാറ്റും, പുതിയത് സൃഷ്ടിക്കും. നിങ്ങളുടെ പഴയ വേദനകൾ, പഴയ പരാജയങ്ങൾ, പഴയ കണ്ണുനീർ, അവയെല്ലാം ദൈവം പുതുക്കും. യേശയ്യാ പ്രവാചകൻ തുടരുന്നു, ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചു നിങ്ങൾ സന്തോഷിച്ചു എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. അവർ വീടുകളെ പണിതുപാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ കണ്ണുനീർ മാറും. നിങ്ങളിന്ന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വ്യസനിക്കുന്നുണ്ടെങ്കിൽ ദൈവം പുതിയത് നൽകും. നിങ്ങളിന്ന് തകർന്നിരിക്കുന്നു. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ എല്ലാം പുതിയതാക്കും, നിങ്ങളുടെ കരച്ചിൽ ഇനി ഉണ്ടാവില്ല. ഇന്നത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പാടുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ കണ്ണുനീരിനെ ആനന്ദഘോഷമാക്കി മാറ്റുന്ന ദൈവമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു സുന്ദരമായ സത്യം കൂടി പറയുന്നു, സന്ധ്യയ്ക്ക് കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇതൊന്ന് ചിന്തിക്കുക. സന്ധ്യയ്ക്ക് കരച്ചിൽ, ഉഷസ്സിൽ ആനന്ദഘോഷം. രാത്രിയുണ്ട്, കരച്ചിലുണ്ട്. പക്ഷേ രാത്രി ശാശ്വതമല്ല, ഇരുട്ട് ശാശ്വതമല്ല, കരച്ചിൽ ശാശ്വതമല്ല. പ്രഭാതം വരും, ആനന്ദം വരും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇത് ദൈവവചനമാണ്. ദൈവം നുണ പറയില്ല. ദൈവം വാക്ക് മാറ്റില്ല. ദൈവം പറഞ്ഞാൽ അത് നിറവേറും. ആ രാജഭൃത്യനെ പോലെ ഇന്നത്തെ നിങ്ങളുടെ തിരിച്ചു നടത്തത്തിലും ദൈവവചനം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ഏകാന്തതയിൽ, നിങ്ങളുടെ ആശുപത്രി കിടക്കയിൽ ദൈവം പറയുന്നു, പൊയ്ക്കൊൾക്ക, ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, അത് നിങ്ങളുടെ അടുക്കലെത്തും, കാത്തിരിക്കുക. ഇപ്പോൾ ഞാനൊരു കഥ പറയാം. ഒരു അമ്മയുണ്ടായിരുന്നു. അവരുടെ മകൻ ചെറുപ്പം മുതൽ നല്ല കുട്ടിയായിരുന്നു. പള്ളിയിൽ പോകും, പ്രാർത്ഥന ചൊല്ലും, പഠിക്കും. പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ദിവസം ആ മകൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വാതിൽക്കൽ നിന്നു കണ്ണുനീരോടെ, അമ്മേ ക്ഷമിക്കണം. ആ അമ്മയുടെ കണ്ണുനീരും മകൻ്റെ കണ്ണുനീരും ഒരുമിച്ചൊഴുകി. ആ നിമിഷം ആ വീട് മുഴുവൻ ദൈവസ്നേഹം നിറഞ്ഞു. ദൈവം ഉത്തരം നൽകി. ദൈവം വൈകി, പക്ഷേ ദൈവം മറന്നില്ല. ആ രാജഭൃത്യൻ്റെ കഥയിൽ ഒരു കാര്യം കൂടിയുണ്ട്. സുവിശേഷകൻ എഴുതുന്നു, അവനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ആ അപ്പൻ്റെ വിശ്വാസം ആ കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു. ഒരാളുടെ വിശ്വാസം മതി, ഒരു അമ്മയുടെ പ്രാർത്ഥന മതി,
ഒരപ്പൻ്റെ വിശ്വാസം മതി, ഒരു ഭാര്യയുടെ കണ്ണുനീർ മതി, ഒരു ഭർത്താവിൻ്റെ ഒരു മുട്ടുകുത്തിയ പ്രാർത്ഥന മതി. ദൈവം ആ ഒരാളുടെ വിശ്വാസത്തിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ദൈവത്തെ അറിയാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുണ്ട്. നിരാശപ്പെടേണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുക, കാണാതെ വിശ്വസിക്കുക. ഫലം ഇനിയും വന്നിട്ടില്ലെങ്കിലും ദൈവം വിശ്വസ്തനാണ് എന്ന് ഉറച്ചു നിൽക്കുക. ആ രാജഭൃത്യനെ പോലെ ദൈവത്തിൻ്റെ വാക്ക് മാത്രം കയ്യിലെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുക. ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉത്തരം വഴിയിലാണ്. അത് നിങ്ങളുടെ അങ്ങ് ആ രാജഭൃത്യൻ്റെ മകനെ ഒരു വാക്കുകൊണ്ട് സുഖമാക്കി. അതേ ശക്തി ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ആരെങ്കിലും ജോലി നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, അവർക്ക് പുതിയ വഴി തുറക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർ വീടുകളെ പണിതു പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. ആ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഞങ്ങൾ തന്നെ ആസ്വദിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകൽച്ച ഉണ്ടെങ്കിൽ ദൈവമേ, ആ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ. ആ രാജഭൃത്യൻ്റെ കുടുംബം മുഴുവൻ വിശ്വസിച്ചതുപോലെ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലും ഐക്യവും സ്നേഹവും വിശ്വാസവും നൽകണമേ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ, ആരുമില്ല എന്ന തോന്നലുള്ളവരാണെങ്കിൽ ദൈവമേ, അവരോട് ഇന്നങ്ങ് പറയണമേ, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. കർത്താവെ, പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. അവരുടെ പരിശ്രമത്തിന് നല്ല ഫലം നൽകണമേ. സാമ്പത്തിക പ്രയാസത്തിലിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. കടത്തിൻ്റെ ഭാരത്തിലിരിക്കുന്നവർക്ക് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ ആഴ്ച മുഴുവൻ ഈ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക: പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. നിങ്ങളത് ഇനിയും കാണുന്നില്ലെങ്കിലും അത് വഴിയിലാണ്. വിശ്വസിക്കുക, കാത്തിരിക്കുക. ദൈവം വിശ്വസ്തനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.